കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജാലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ്. നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട്. ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ. ഇന്ന് കർക്കിടക മാസത്തിലെ 1-ാം തീയതി മുപ്പട്ട വ്യാഴാഴ്ചയാണ്. കൂടുതൽ ഭക്തന്മാർ വരുന്ന ദിവസമാണ്. ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായി കണ്ണൻ കാത്തിരിക്കുകയാണ്. കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്തൊരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞുടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തിയ കിരീടത്തിന്മേൽ 2 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ട് ആനന്ദത്തിലാറാടി ആ കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി 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 പോകുന്നു. ആ കണ്ണൻ്റെ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്കെ കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാകണോ. ആ പൊന്നുണ്ണിക്കണ്ണനെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ. ഒരു നിമിഷം എല്ലാവരും കണ്ണടച്ചോളൂ. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വെളുത്ത പട്ട് ഞൊറിഞ്ഞുടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ മനസ്സിലേക്ക് ആവാഹിച്ചോളൂ. ആ കണ്ണനെ മനസ്സിലെത്തിക്കഴിഞ്ഞാൽ ആ കണ്ണനൊന്ന് കൂട്ടിപ്പിടിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. ആ സച്ചിദാനന്ദ കട്ടയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ. നാരായണ നാരായണ നാരായണ. ഒരു സങ്കോചവും വേണ്ട. സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ ജപിച്ചോളൂ കേട്ടോ. അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. എന്നിട്ട് നമുക്ക് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. അത് ഉറപ്പാണ്. ഉറച്ച വിശ്വാസത്തോടു കൂടി ജപിച്ചോളൂ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കണം. ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ പല പലതരത്തിലുള്ള ഗുണങ്ങളുമുണ്ട്. നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ്. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ മന്ത്രം ഈ കലികാലത്ത് ഉപാസിക്കുന്നത് അത്യുത്തമമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ മന്ത്രം നാമത്രയ മന്ത്രം എല്ലാ ദിവസവും രാവിലെ ഉപാസിക്കണം. ഉപാസിച്ചോളൂ. അതിൻ്റെ ഗുണങ്ങൾ ധാരാളം നമുക്ക് അനുഭവത്തിൽ വരുന്നതാണ്. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.